രണ്ടു തരത്തിൽ കുടുംബജീവിതം നിലനിന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, കുടുംബജീവിതം കൊണ്ട് ലഭിക്കേണ്ട സന്തോഷവും സമാധാനവും ആവോളം അനുഭവിച്ച് കൊതി തീരാതെ ജീവിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത്, വിവാഹജീവിതം ആരംഭിച്ചത് മുതൽ തുടങ്ങിയ കലുഷിതമായ സങ്കടകരമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. ഈ രണ്ടിന്റെയും കാരണം എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. ഒരൊറ്റ കാര്യമാണ് ഇന്നത്തെ ഖുത്ബയിൽ പറയുന്നത്. ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഓരോ ഭാഗവും നമ്മൾക്ക് ഒരുമിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം അറിയേണ്ട ഒരു കാര്യം, എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, കുടുംബജീവിതത്തിന്റെ സന്തോഷം അല്ലാഹു തരുന്നതാണ്. ഇത് മറക്കരുത്. ഞാൻ എത്ര സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാലും, എത്ര വലിയ സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയാലും, എന്റെ മക്കളുടെ എണ്ണം കുറഞ്ഞാലും കൂടിയാലും, ഓൽക്കൊക്കെ ജോലി ഉണ്ടെങ്കിലും സന്തോഷമോ സമാധാനമോ അതുവഴി കിട്ടണമെന്നില്ല, കിട്ടാതൊക്കില്ല. അത് നൽകുന്നത് അള്ളയാണ് എന്നത് ഉറച്ച ബോധ്യമുണ്ടെങ്കിലേ ഇനിയുള്ള ഖുത്ബകൾ കേട്ടിട്ട് കാര്യമുള്ളൂ. ഇത് അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്കാണ്. വജഅല ബൈനക്കും, അള്ളാഹ് നമ്മോട് പറയട്ടെ, വജഅല ബൈനക്കും, ഞാൻ അവർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം. എന്റെ ഭാര്യന്റെ ഇടയിലും അള്ളാഹ് ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കണ ഓരോരുത്തരുടെയും നമ്മുടെയും നമ്മുടെ ഇണയുടെയും ഇടയിൽ അള്ളാഹ് ഉണ്ടാക്കണം. മവദ്ദത്തൻ വറഹ്മ, കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പോലെ സ്നേഹവും ഇഷ്ടവും കാരുണ്യവും പടച്ചോൻ തന്നാലേ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. പെരന്റെ വീട് ദാറുസ്സലാം എന്നാകാം, സമാധാനത്തിന്റെ വീട്, പ്ലഷർ ഹോം എന്നാകാം, ഹാപ്പി ഫാമിലി എന്നൊക്കെ ആകാം. പക്ഷെ നമ്മുടെ വീടിനകത്ത് നമുക്ക് സ്വസ്ഥത കിട്ടണില്ലെങ്കിൽ ഒന്നാമത്തതിന്റെ ഉത്തരം പടച്ചവൻ തരാതിരിക്കാൻ എന്തോ ഒരു കാരണം വീട്ടിലുണ്ട് എന്നാണ്. അത് പരിഹരിച്ചു പോകണം. അതിൽ ആദ്യത്തെ കാര്യം പറയണം. ഒന്നാമത്തത്, നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനം നമ്മുടെ വീടിന്റെ നായികയായ, നമ്മുടെ ഇണയായ നമ്മുടെ ഭാര്യ സന്തോഷവതിയായിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് മർമ്മം. നമ്മുടെ ഭാര്യ സന്തോഷവതിയായാൽ ആ വീട്ടിൽ നമ്മൾ സന്തോഷവാനാകും. ടെൻഷനിൽ വന്നാലും നമ്മുടെ വാപ്പിമ്മയും വീട്ടിലുണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും റാഹത്ത് ഉണ്ടാകും. പ്രായമായാലും നമ്മുടെ മക്കൾക്ക് ആനന്ദവും സന്തോഷവും കിട്ടും. ചിലപ്പോ മാർക്ക് കുറഞ്ഞാലും. എന്താ മർമ്മം എന്നറിയോ നമ്മളെ? ഞാൻ സന്തോഷവാനാകുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഇവർക്കൊന്നും സന്തോഷം കിട്ടിക്കൊള്ളുന്നില്ല, നിർബന്ധമല്ല. നമ്മുടെ ഭാര്യ നമ്മുടെ വീടിന്റെ അത്താണിയായ, നമ്മുടെ ഇണയായ നമ്മുടെ ഭാര്യ സന്തോഷവതിയാണോ എങ്കിൽ ആ വീട്ടിൽ കരണ്ട് പോയാലും അവിടുത്തെ ആളുകൾക്ക് സന്തോഷത്തിന്റെ പ്രകാശം കിട്ടും. വല്ലാഹി കിട്ടും. ആ വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിലും അവിടുത്തെ ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. ചില ഓട്ടോറിക്ഷകളുടെ ബാക്കിലൊക്കെ കാണാം ഭാര്യമാരുടെ പേര് എഴുതി വെച്ച്. ഞാൻ പലപ്പോഴും ചോദിക്കലുണ്ട് ഇത് ആരുടെ പേരാണ്? 2 കുട്ടികളുടെ പേര്. മുന്നത്തെ പേരാതാണ് ഭാര്യന്റെ പേരാണ്. എന്റെ ഭാര്യന്റെ മുന്നിൽ എത്തിച്ച് ഓള് വന്നതിന് ശേഷം പോലെ വീട്ടിലൊരു സന്തോഷവും സമാധാനം. എന്റെ ജീവിതം മുമ്പ് എന്താ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറക്കാതെക്കാനും. എന്റെ കുട്ടികൾ എന്റെ തുണയാണ്, പക്ഷെ ഞാൻ അവരെ ബാക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. മുന്നിൽ ഞാൻ എന്റെ വണ്ടിന്റെ മുന്നിൽ എന്റെ വൈഫിന്റെ പേര് എഴുതാൻ കാരണം അവള് വന്നതിന് ശേഷമാണ്. വീട്ടിക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാത്തുക്കുണ്ടാവോള് പാവാണ്. സഹോദരങ്ങൾ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഇണ സന്തോഷവതിയാണെങ്കിൽ നമ്മളും റാഹത്താകും, ടെൻഷൻ ആണെങ്കിലും. പക്ഷെ ഒരൊറ്റ ചോദ്യം, ആ സന്തോഷവതി അവളെ ആക്കേണ്ടത് ആരാണ്? നമ്മളെ വാപ്പിയാണോ? നമ്മുടെ അമ്മയാണോ? നമ്മുടെ കുട്ടികളാണോ? അല്ല, ഞാനും നിങ്ങളുമാണ്. എന്റെ ഭാര്യ സന്തോഷവതിയാണെങ്കിൽ വീട് സന്തോഷമാകുമെങ്കിൽ എന്റെ ഭാര്യയെ സന്തോഷവതിയാക്കേണ്ടത് ഞാനും നിങ്ങളുമായ ഭർത്താക്കന്മാരാണ്. സഹോദരങ്ങളെ, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ ദഅവാ പ്രവർത്തനം നിർവഹിച്ചതിന്റെ സംഗ്രഹമായി എണ്ണി ഏറ്റവും അർത്ഥഗാംഭീര്യമുള്ള
പോയിന്റുകൾ മാത്രം സംസാരിച്ച പ്രവാചകന്റെ ഖുത്ബയാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയുള്ള മുഴുവൻ ഞാനടക്കമുള്ള പുരുഷന്മാരോട് പറഞ്ഞ വാക്കുണ്ട്. എന്താണെന്നറിയോ? വസ്തൗസൂ ബിന്നിസാഇ ഖൈറ. പുരുഷന്മാരെ, കല്യാണം കഴിച്ചോരെ, അവനാന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞാണ്. എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനില്ലാ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു കരാറടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പ്രിയപ്പെട്ടവളാണവൾ, മറക്കരുത് കേട്ടോ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് ആലോചിക്കും. നമ്മുടെ കയ്യിലേക്ക് നമ്മളുടെ ഇണയെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ അമ്മോഷങ്കാക്കയും നമ്മുടെ അമ്മായിമ്മയും ബാപ്പയും ഉമ്മയും ആയി കരുതേണ്ടവർ അവർ എന്തിനാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് ഒറ്റ ഉത്തരം ഈ ലോകത്തുള്ളൂ. ഒരൊറ്റ ഉത്തരം, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ഭാര്യയെ അവർ ഏൽപ്പിച്ചെന്ന ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് വലീമ തയ്യാറാക്കി നമ്മുടെ കയ്യിൽ മൗലവിയുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് എന്തിനാ? അവർക്ക് നോക്കി മടുത്തിട്ടാണോ? ആണോ? അല്ലല്ലോ. പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തോണ്ടാണോ? അല്ലല്ലോ. അവരുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിനെ ഇഞ്ഞ് പോറ്റാൻ വയ്യാന്നുള്ളതുകൊണ്ടാണോ? ഇവിടെ ഓരോരുത്തരും, എനിക്ക് 2 പെൺകുട്ടി, ഒരു ആൺകുട്ടിയാണ്, അൽഹംദുലില്ലാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ പെൺകുട്ടികളാലിക്ക. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പെൺകുട്ടികളെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എങ്ങനെ നോക്കുക? ജുമഅ നടക്കുമ്പം ഫോണിന്ന് വീട്ടിൽ നിന്ന് ജുമഅക്ക് വരാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കോള് വന്ന് തുടർച്ചയായി വന്നപ്പോ നമ്മൾ കട്ട് ചെയ്തു. മെസ്സേജ് വന്നു, അറിയാൻ നമ്മൾ നോക്കിയപ്പം നമ്മുടെ പെൺകുട്ടി അങ്ങാടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ പറഞ്ഞാൽ ജുമഅന്റെ ഇടയിൽ പോകാൻ പറ്റിയ മൗലവിന് ഫത്വ വയ്ക്കൂലേ? നമ്മുടെ നെഞ്ച് പടക്കൂലേ? എന്നാൽ ആൺകുട്ടി അങ്ങാടി ഒറ്റക്കാന്ന് നമ്മൾ ചോദിക്കോ? ഇല്ല, അവൻ വന്നോളും. അത് സ്നേഹമില്ലാത്തോണ്ടല്ല. പെൺകുട്ടിയെ നമ്മൾ വളർത്തുന്നത് ഒരാൺകുട്ടിയെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ കരുതലോട് കൂടിയിട്ടാണ്. എല്ലാവർക്കും ഉറപ്പാണ്. നമ്മൾ വീട്ടിലെത്തിയപ്പോ നമ്മുടെ മകളെ കോഴിക്കോട്ട് പോയിക്കണ്. നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാ പോയത്? പെണ്ണുങ്ങളോട് നമ്മൾ എങ്ങനെയാ പോയത്? ഒറ്റക്ക് പോയി. നമ്മൾ എന്താ നമ്മൾ പറയാ? ഇവൾ ഒറ്റക്ക് വിട്ടോ? ഇപ്പോഴോ? എനിക്ക് ഞാൻ വരും വരെ കാത്തുന്നൂടേനിയോ? അല്ലെങ്കിൽ ഞാൻ ഏർപ്പാടാക്കൂലായിരുന്നോ? നമ്മുടെ ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് പറഞ്ഞയക്കുന്നത് പോലും നമുക്ക് മനസ്സിൽ ബേജാറും വെപ്രാളമാണ്. 4:30 മണിക്ക് സ്ഥിരമായി സ്കൂൾ വിട്ട് വരുന്ന നമ്മുടെ കുട്ടി 4:45 എത്തിയില്ലെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിൽ കൂടെ ഒരു ആന്തലാണ്. അങ്ങനെ ഒരു പെൺകുട്ടിനെ കൂട്ടരെ ഒരു 10, 18, 20 കൊല്ലം വളർത്തിയിട്ട് ഒരു ബാപ്പിമ്മയും സ്നേഹിച്ച് കൊതിരീരാതെ ചെറുപ്പകാലഘട്ട തോൽക്കും വേണ്ടി ഗൾഫിൽ പോയി അവസാനം പൈസ ഉണ്ടാക്കി വന്ന് ആ കുട്ടിന്റെ ഉമ്മയും വാങ്ങി 2 കൊല്ലാകുമ്പോഴേക്കും വേറെ വീട്ടിക്ക് പറഞ്ഞേക്കാനിട്ടാണ് എത്രയോ ആലോചന നടത്തും. നമ്മളെക്കാളും പൈസ ലോലോര് കണ്ടിട്ടില്ലേനിയോ? കെട്ടിച്ചില്ലല്ലോ. എന്തേ കെട്ടിക്കാത്ത? പൈസ ഉണ്ട്, സ്വഭാവം നല്ലതല്ലാറിട്ടാ ഒഴിവാക്കിയത്. നമ്മളെക്കാളും ചൊറുക്കില്ലോല് കണ്ടീനി. ചൊറുക്കുണ്ട്, പക്ഷെ സ്വഭാവം നല്ലതല്ല. ദൂരം കുറച്ച് കൂടുതലാണ്, സ്വഭാവം നല്ലതല്ല. ദൂരം എടുത്താണ്, സ്വഭാവം നല്ലതല്ല. അവസാനാണ് പറഞ്ഞ് തൗഹീദി മഹല്ലാണ്, ബാപ്പിമ്മയൊക്കെ പള്ളിക്കൊക്കെ പോണോലാണ്, ദീനിയായ കുടുംബാണ്, സ്വഭാവം നല്ലതാന്ന് പറഞ്ഞിട്ടാ കൂട്ടരെ ഞമ്മക്ക് തരുന്നത്. എന്നിട്ട് നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മൾ അമ്മോഷങ്കാക്കി നമ്മുടെ അമ്മായിമ്മയും ബാപ്പിമ്മയാകണ്ട അവരെന്താ നമ്മൾ പറഞ്ഞു? മോനെ നല്ലം പോലെ ഓളം നോക്കണട്ടോ. ഒരു ബാപ്പിമ്മയും കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസം നിശ്ചയിച്ചത് മുതൽ കഴിഞ്ഞതിനടക്കം 2 മാസം ഒരു ബാപ്പാക്കുമ്മാക്കും പഴയ പോലെ ഉറങ്ങാൻ കഴിയില്ല. പടച്ചോനെ, എന്റെ കുട്ടിക്ക് ഖൈറ് വരുത്തണമേ, എന്റെ കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കല്ലേ. അങ്ങനെ ഏൽപ്പിച്ചു തന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്നാ വാപ്പാക്കുമ്മാക്കും സന്തോഷം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് അങ്ങാടി എന്ന് പറഞ്ഞോളിൻ. നിങ്ങളൊരാണാണ്, നമ്മളൊരാണാണ്. അള്ളാന്റെ മുന്നിൽ നമ്മൾ അള്ളാഹു തൗഹീദും ആരാധനയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന് അർഹരാണ്. അത് പ്രവാചകന്റെ വാക്കുണ്ടായതുകൊണ്ട് ഞാൻ പറയണത്. ഖിയാറുക്കും, ആണുങ്ങളെങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ട് പറയാൻ, ഖിയാറുക്കും നമ്മുടെ കൂട്ടത്തിൽ സ്വർഗം കിട്ടാൻ അർഹതയുള്ള നല്ലവർ, ഖിയാറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടാവും. കുടുംബം എന്ന് പറഞ്ഞാൽ എളാപ്പി, മൂത്താപ്പി, ഏട്ടൻ, അഞ്ചനൊക്കെ അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞത് ഖിയാറുക്കും നിസാഇഹി, സ്വന്തം ബാപ്പ, സ്വന്തം ഉമ്മ കയ്യിൽ വെച്ച് തന്നിട്ട് മോനെ കൊണ്ടുപോയിക്കട്ടോ, നിന്റെ കരളിന്റെ കഷ്ടത്തിയാട്ടോ കൊണ്ടുപോണത്, നല്ലം പോലെ നോക്കണട്ടോ, പ്രയാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നോട് പറഞ്ഞാ മതിട്ടോ എന്ന് പറഞ്ഞു പോയ പെൺകുട്ടിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് കേട്ടോ സ്വർഗാവകാശി. ഇത് നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മളോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ മിമ്പർമെന്ന് ചോദിച്ചാൽ മതി, എന്റെ കൂടെ
എന്റെ ഭാര്യ ജീവിക്കുന്നത് സന്തോഷത്തിലും സമാധാനത്തിലുമാണോ? ഉത്തരം കിട്ടും. നമുക്ക് ചോദിക്കണം. നമ്മൾ ഇന്ന് വരെ നമ്മളെ ഭാര്യനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് ചില ആളുകൾക്ക് തോന്നും ഇതെന്തൊരു പൈങ്കളി വർത്താനം. അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഭാര്യമാരോട് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഭാര്യമാരോട് ചോദിച്ചു, എന്താ അറിയോ? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? ഞങ്ങളോട് നല്ല പോലെ പെരുമാറിയിട്ടില്ലേ? ഇല്ല, നിങ്ങളോട് പറയണട്ടോ. നബി ചോദിച്ച ചോദ്യമാണ്. അവനാന്റെ ഭാര്യമാരോട് എന്റെ കൂടെ വന്നിട്ട് എന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണ്ട, ഇനി അധികമൊന്നും കൂടണ്ട, എന്നാലും വല്ലാതെ ഇടങ്ങേറും ബുദ്ധിമുട്ടില്ലാതെ എന്റെ ഒപ്പം ജീവിക്കാൻ എനിക്ക് ഇഷ്ടാണോ എന്ന് ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി എന്തിനാ കൂട്ടരെ നമ്മളെ കൂടെ വരുന്നത്? എന്ത് പ്രതീക്ഷിച്ചിട്ടാ നമ്മുടെ കൂടെ വരുന്നത്? അരീക്കോടുള്ള ഒരു പെൺകുട്ടി ഞാൻ ഇടവണ്ണ കണ്ടിട്ടില്ല എന്നിട്ട് അങ്ങോട്ട് വരുന്നത് ആണോ? സഹോദരങ്ങളെ, എന്റെ വീട്ടിൽ വെറും പച്ചച്ചോറാണ്, ഇവിടെ വന്ന ബ്രോസ്റ്റ് അൽഫാമും കിട്ടുന്നതിട്ടാ വന്ന അല്ല. പിന്നെ അവൾ മിമ്പർമെന്ന് കേൾക്കാണ്, അന്നിക്കാഹു സുന്നത്തി, വിവാഹം പ്രവാചകചര്യയിൽപ്പെട്ടതാണ്. വിവാഹം കഴിക്കുമ്പം പെൺകുട്ടി കേൾക്കാട്ടോ, വിവാഹം കഴിക്കുമ്പം ഏട്ടന്റേക്കെന്ന്, അനിയന്റേക്കെന്ന്, കൂട്ടുകാരേക്കെന്ന്, വാപ്പാന്റേക്കെന്ന്, ഉമ്മാന്റേക്കെന്ന് ഒന്നും കിട്ടാത്ത മബദ്ദത്തും റഹ്മത്തും കല്യാണം കഴിഞ്ഞാലാട്ടോ കിട്ടുക. അതുകൊണ്ട് നീ വിവാഹം കഴിച്ചോളൂ. അത് കേട്ടിട്ടാണ് ഒരു പെൺകുട്ടി അത് കിട്ടുന്ന എത്തിയിട്ട് നമ്മളൊപ്പം വരുന്നത്. അവൾ കേൾക്കുന്ന പ്രവാചകന്റെ ചരിത്രാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ സ്വന്തം ഭാര്യമാർ നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് ആലോചിക്കട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുന്ന പേരെന്താ അറിയോ? ആൾക്കാരെ മുന്നിൽ നിന്നാണ്, ആളുകളുടെ മുന്നിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യയെ വിളിച്ചിരുന്ന പേര് വളരെ ഇഷ്ടത്തോടുകൂടി വിളിക്കും. എന്തെന്നറിയോ? പ്രിയപ്പെട്ട ഫാത്തിമ, പ്രിയപ്പെട്ട ആയിഷ, നീ എനിക്ക് എന്റെ കരളിന്റെ കഷ്ടമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള മുഴുവൻ ആളോടും പറയും, യാ ഹുമൈറ, ഞാൻ അവളെ യാ ഹുമൈറ എന്നാണ് വിളിക്കുക. പള്ളിന്റെ ഉള്ളിൽ പ്രവാചകൻ ആയിഷ ബിനെ യാ ഹുമൈറ. ഹുമൈറ എന്തറിയോ? ചുവന്ന് തുടുത്ത ഇളം നിറമുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യ. പ്രവാചകൻ വിളിക്കാൻ മെല്ലല്ല. പ്രവാചകൻ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളല്ല. അല്ല, പ്രവാചകൻ ഭാര്യ വിളിക്കുക യാ ഹുമൈറ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഒന്ന് ചോദിച്ചു, ഞാൻ ഇതൊക്കെ പബ്ലിക്കാന്ന് പറയാൻ എന്തറിയോ? ബാക്കി പറയുമ്പോൾ മനസ്സിലാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി ഒന്ന് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടാരാണ് അള്ളാഹു റസൂലും കഴിഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? ഖാല ആയിഷ, എനിക്ക് ആയിഷാനടാ. അത് ആയിഷ എന്നാണ് എന്റെ ഭാര്യയാണ്. അടുത്ത ചോദ്യം പ്രധാനാണ്. എങ്കിൽ നബിയെ, ആയിഷ പെണ്ണല്ലേ റളിയല്ലാഹു അൻഹ, മിനർ റിജാൽ, ആണുങ്ങളിൽ നിന്ന് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാ പറയുമ്പോൾ അറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോ. പ്രവാചകൻ എന്ത് പറഞ്ഞാൽ മതി? ആയിഷ എന്ന് പറഞ്ഞ പ്രകാരം അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ മതി. അല്ല, നബിന്റെ വാക്ക് എന്താ അറിയോ? അബൂഹ, ആയിഷാന്റെ വാപ്പാനെ. എനിക്ക് ആണുങ്ങളിൽ ആരെ ഇഷ്ടറിയോ? എന്റെ പെണ്ണുങ്ങളെ വാപ്പാനെ. പ്രവാചകൻ ഒറ്റക്കൊണ്ടായിട്ടല്ല, റൂം കുറ്റിട്ടിട്ടല്ല, ആളുകളുടെ മുന്നിൽ പറയാൻ, വിശ്വാസിയായ ഭർത്താവ് സ്വന്തം ഇണയെ ബാപ്പയെ ചേർത്ത് പിടിക്കും പോലെ, ഉമ്മയെ ചേർത്ത് പിടിക്കും പോലെ, മകനെ ചേർത്ത് പിടിക്കും പോലെ, മകളെ ചേർത്ത് പിടിക്കും പോലെ, പെങ്ങളെ ചേർത്ത് പിടിക്കും പോലെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നവനാണ് വിശ്വാസി എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തേ ദർശനങ്ങളെ? നിസ്കാരം തീരുന്നെടുത്തു. ഞാൻ എന്നെ പറ്റി പറയാണ്, നിസ്കാരം തീരുന്നെടുത്തു, ഉംറയും ഹജ്ജൊക്കെ തീരുന്നെടുത്തു. കുടുംബ ജീവിതത്തിൽ ഇണയോടുള്ള പെരുമാറ്റം അബൂജഹലിന്റെ ആദർശം എടുത്തു. താടി നീട്ടി വെള്ളിയും വെള്ളിയിട്ടു, എല്ലാം സെറ്റായി. പക്ഷെ സ്വഭാവം, ഇണയോടുള്ള സ്വഭാവം ഇന്നും 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിലെ അന്നത്തെ അബൂജഹലിന്റെ സ്വഭാവം ഇന്നും മാറില്ല. വ്യക്തിപരമായിട്ട് പറയാൻ, ആത്മാർത്ഥമായി പറയാൻ, നിക്കാഹിൽ പറയുന്നത് പോലെ തന്നെ അങ്ങാടി ഒരു 100 ചെറുപ്പക്കാരെ വേണ്ട കല്യാണം കഴിഞ്ഞോലെ നിർത്തുക, 100 യുവാക്കളെ അടക്കം കല്യാണം കഴിഞ്ഞോലെ നിർത്തുക. 4 ചോദ്യം അവരോട് ചോദിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാൻ, കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും മനസ്സ് നോക്കാൻ. ഒന്ന്, നമ്മളോട് ഒരാൾ ചോദിക്കാൻ, സ്വന്തം ബാപ്പാനിമ്മാനെ സ്നേഹിച്ചാൽ എന്താണ് തിരിച്ചു കിട്ടുക? നമ്മൾ പറയും, ബാപ്പാനിമ്മാനെ സ്നേഹിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടും. ശരി, കൂട്ടുകാരെ സ്നേഹിച്ചാലോ? കൂട്ടുകാർ തിരിച്ചു സ്നേഹിക്കും. അയൽവാസിയെ സ്നേഹിച്ചാലോ? അയൽവാസി തിരിച്ചു സ്നേഹിക്കും. 4ാമത്തെ ചോദ്യം, ഭാര്യയെ സ്നേഹിച്ചാലോ? ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂല, ഓല് തലയിൽ കയറും. മൗലവി നിങ്ങൾ പറയണ പോലല്ല, ഇറങ്ങൂല, ഇടങ്ങേറാകും, ഓല് പൊന്തുള്ളൂ, ഓല് കുന്തടിക്കൊള്ളൂ, ഓലെടുക്കാൻ കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, ഏത് ആദർശാണിത്? ഏത് ആദർശാണ്? ബാപ്പാനെ, ഉമ്മാനെ, പെങ്ങന്മാരെ, ഏട്ടനെ, അഞ്ചനെ നാട്ടിലെല്ലാരും ഇഷ്ടപ്പെടാം.
ഭാര്യനെ അടുപ്പിക്കാൻ പറ്റില്ല. ഇതാണ് അബൂജഹലിന്റെ ആദർശം. ഇതാണ് അബൂജഹലിന്റെ ആദർശം. ഇന്നുണ്ട് 5 വക്ത് നിസ്കരിക്കണോന്റെ ഹൃദയാണിത്. ഞാൻ ആക്ഷേപിക്കല്ല. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ബാപ്പാനെ തച്ചാൽ മഹല്ല് ഇടപെടൂലേ? ഇടപെടും. ഏട്ടനെ തച്ചാൽ മോശാന്നെങ്കിലും പറയില്ലേ? പറയും. ഉസ്താദിനെ തച്ചാൽ എടാ അനുഭവിക്കേണ്ടി വരും എന്ന് പറയില്ലേ? പറയും. അയലോക്കക്കാരനെ പോയി തച്ചാൽ അനക്ക് തിരിച്ചു കിട്ടിട്ടോന്ന് പറയില്ലേ? പറയും. ഭാര്യനെ പോയി തച്ചാലോ? ഭാര്യനെ പോയി തച്ചാലോ? മഹല്ലുമില്ല, നാടുമില്ല, ഏട്ടനുമില്ല, അഞ്ചനില്ല, ഒന്നുമില്ല. എന്താ അറിയോ? കിട്ടണ്ടോളാണ്. കിട്ടണ്ടോളാണ്. മാഷ തച്ചാൽ അനക്ക് പടച്ചോന്റേക്കുന്ന കുറ്റം കിട്ടുന്ന പറഞ്ഞ മാഷ എവിടെ? ഭാര്യ എവിടെ? ഏട്ടവനെവിടെ? ഭാര്യ എവിടെ? അനിയനെവിടെ? ഭാര്യ എവിടെ? ഇസ്ലാമിൽ എത്രാമത്തെ സ്ഥാന ഭാര്യക്ക്? ആരാ കുട്ടി നമ്മോട് പറഞ്ഞ് നമ്മളെ പെരീത്തെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന ആളാണ് ഭാര്യ? അല്ല. അള്ളിം റസൂലും ബാപ്പിമ്മിയും അത് ജീവിതത്തിന്റെ ഏറ്റവും അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, കുട്ടിയേക്കാൾ ഇസ്ലാമിലെ സ്ഥാനം ഭാര്യക്കാണ്. ഇസ്ലാമില് അതെന്തോ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കാത്തറിയോ? മിമ്പർമെന്ന് ഖുത്ബ പറയുന്ന ഭൂരിപക്ഷ ആൾക്കാരും ആണുങ്ങളായതുകൊണ്ട് അത് പറയില്ല. മിമ്പർമെന്ന് ഖുത്ബ പറയുന്ന ആൾക്കാർ, അധികം ആൾക്കാർ ആണുങ്ങളായതുകൊണ്ട് അത് പറയില്ല. ഇവിടെ എന്തേ അറിയോ? വാപ്പാനി മനസ്സ് 100% ഈ മിമ്പർമെന്ന് വാപ്പാനി മനസ്സ് സ്നേഹിക്കണം തന്നെയാ പറഞ്ഞു. പക്ഷേ അവിടെ ഭാര്യനെ സൈഡാക്കി ഓലെ സ്നേഹിക്കാൻ പറ്റൂല, ഓലെ അടുപ്പിക്കാൻ പറ്റൂല എന്ന ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ മധ്യസ്ഥ ശ്രമത്തിൽ കൂടിയപ്പോഴേ അത്ഭുതമാണ്. നമ്മുടെ നാട്ടിൽ നിസ്കരിക്കണോന്റെ അവസ്ഥയാണ്, മധ്യശ്രമങ്ങൾ കൂടെയാണ്. അപ്പൊ അങ്ങനെ മദ്യം പറയുമ്പോ ഒരാള് ഇവൻ ചെയ്ത കുറ്റങ്ങനെ പറയാൻ കള്ളുടിച്ചു വരലുണ്ട്, അതിലും ഉണ്ടാങ്ങനൊക്കെയാണ്, അലമ്പുണ്ടാക്കലുണ്ട്, അതിലും ഉണ്ടാക്കാണ്, ഓരോന്ന് പറയണം. 5ാമത്തെ കുറ്റമായിട്ട് വരാണ്. ഒന്നാള് എന്റെ മകളെ മുഖത്താഞ്ഞടിച്ചു. അപ്പൊ അങ്ങനെ തലയുയർത്തിയിട്ട് ഒരു വട്ടം അടിച്ചതിന് ഞങ്ങൾ ഈ പറയണേ. ഒരു വട്ടം അടിച്ചതിന് ഞാൻ നാട്ടുകാരെ നല്ല അടിച്ച്, പെണ്ണുങ്ങളെ തന്നെയല്ലേ. പെണ്ണുങ്ങൾ കുറച്ച് ആ കാട്ടിയൊക്കെ കിട്ടും, ആണെന്നല്ലേ അടിച്ചാലും മാപ്പിളെന്നല്ലേ അടിച്ച്. അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഉമ്മാനെ പോയി അടിക്കാം. ആണിന് പെണ്ണിനെ അടിക്കാൻ പറ്റുമെങ്കിൽ ഉമ്മ പെണ്ണാണ്, എന്താ അടിക്കാത്തത്? എന്താ പെങ്ങളടിക്കാത്തത്? എന്റെ മകൾ മുതിർന്നിട്ട് അടിക്കാത്തത്? ഭാര്യ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അബൂജഹലിന്റെ ആദർശം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്, മാറാതെ. പടച്ചോൻ പറഞ്ഞ വാക്കെന്താ അറിയോ? റസൂലുള്ളാഹിന്റെ വാക്ക്, മാ അക്റമൻ നിസാ ഇല്ലാ കരീമ. വേർതിരിക്കല്ല. മാ അക്റമൻ നിസാ ഇല്ലാ കരീമ. സ്വന്തം ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അള്ളാന്റെ മുന്നിൽ നല്ലവൻ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈമ. നാട്ടിലും ക്ലബിലും പള്ളിക്കമ്മിറ്റിയിലും രാഷ്ട്രീയത്തിലും പൊതു സേവന പ്രവർത്തനങ്ങളിലും വളരെ സജീവായി അവിടുത്തെ പന്തളി ഗ്രൗണ്ടിലും അവിടുത്തെ ക്ലബിലും അവിടുത്തെ നാട്ടിലെ പൊതു ബിരിയാണി ചലഞ്ചിലും ഒക്കത്തിലും സെറ്റപ്പാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ ഭാര്യയ്ക്ക് അയാളെ കൊണ്ട് പേടിയാണെങ്കിൽ, മക്കൾക്ക് അയാളെ വിഷയത്തിൽ പേടിയാണെങ്കിൽ, അയാളുടെ ഒരു നന്മയും വീട്ടിൽ അയാൾ എടുക്കൂലെങ്കിൽ, നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരുടെ തമാശയും വിറ്റും രസവും വീട്ടിലെത്തിയാൽ അയാൾ കർശന സ്വഭാവമാണെങ്കിൽ പടച്ചോന്റെ മുന്നിൽ അയാൾ നിന്ദ്യനാണ്. അഹാനഹുന്ന എന്നറിയോ? മോശക്കാരനാണ്, നിന്ദ്യനാണ്, മ്ലേച്ഛനാണ്. ഓ നിസ്കരിച്ചാലും നോമ്പാറ്റാലും പടച്ചോനാണ് തീരുമാനിക്കും സ്വീകരിക്കണോന്നുള്ളത്. ഇതാണ് ബേസ്. ഇത് നമ്മളെ വീട്ടിൽ നടപ്പിലാക്കണം. ഇത് വീട്ടിൽ നടപ്പിലാക്കുമ്പോൾ നമ്മൾ മാറണം എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ മാറണം. നമ്മളെ ഭാര്യയോട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം എന്ന് നമുക്ക് ഉറപ്പായിട്ടും തീരുമാനിക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, സമയത്തിന്റെ കുറവുകൊണ്ട് വരാം. രണ്ടാമത്തെ ഒന്ന്, നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ജീവിച്ചിട്ട് സന്തോഷവതിയാണോ ആലോചിക്കുക. ഇല്ലെങ്കിൽ തിരുത്തുക. ആരാധന അല്ലാഹ് സ്വീകരിക്കണേ, തിരുത്തണം. 2, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വാപ്പാന്റെ ഇമ്മാന്റെ നന്മ പറഞ്ഞിട്ടുണ്ട്, പറയണം. നമ്മളെ ഗൾഫിക്ക് കൊണ്ടുപോയ ഒരാളുടെ നന്മ പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച ഒരാൾ നമ്മൾ മറക്കൂല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ഇത്ര വയസ്സിൽ ഒരു 50 വയസ്സിനിടയ്ക്ക് എപ്പോഴെങ്കിലും സോങ്ങളെ അവനാന്റെ പെണ്ണുങ്ങളെ കുറിച്ചൊരു നന്മയോ അവർ ചെയ്യുന്ന അധ്വാനത്തെ കുറിച്ച് ഒരാട് ഒരു മിനിറ്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചു വെറുതെ ആലോചിച്ചുകൊണ്ടി. വെറുതെ നമ്മുടെ ഭാര്യ ചെയ്യുന്ന അധ്വാനത്തെ കുറിച്ച് ഒരു 2 മിനിറ്റ് ഒരാളോട് ഇത്രയും കാലത്തിനൊക്കെ വെറുതെ ഒന്ന് സംസാരിച്ചു ആലോചിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്നത് എന്താ അറിയോ? 1000 ആൾ അവിടെ നിന്നാ ഉമർ അള്ളാഹിന് ഇവിടെ നിന്നാണ്ടല്ലോ. ഉമർ റളിയല്ലാഹുവിന് മുന്നിലുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ നിന്ന് പോകും. സാധാരണ ഊക്കുള്ള മനുഷ്യനല്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, അല്ലാഹുവേ ഇസ്ലാം അതിജയിക്കണമെങ്കിൽ നിന്റെ തൗഫീഖിന്റെ കൂടെ അബൂജഹലിനെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഇസ്ലാം കൊണ്ടുവരണമെന്നാണ്. ഒരു നാടിനെ മൊത്തം വറപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഉശിരു മൂക്കുള്ള ആളോ ഉമർ റളിയല്ലാഹു അൻഹു. സാധാരണ മൂക്കുള്ള ആളൊന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വന്നത് പെണ്ണുങ്ങൾ മൂപ്പരോട് കച്ചറുണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അത് പരാതി അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കും ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഭാര്യ ഒരു അല്പം സാധാരണതയിൽ കവിഞ്ഞ അല്പം ഒരു ഉയർന്ന സംസാരത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കണ കേട്ടു. ക്ഷുഭിതനായിട്ടല്ല, അങ്ങനെ ഒരു കുറച്ച് സംസാരം ഉറക്കെ ശബ്ദമുയർത്തിയിട്ട്. അതിൽ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ആ പോണത് ഉമർ റളിയല്ലാഹു കണ്ടു. അദ്ദേഹത്തെ വിളിച്ചു, എന്താടാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ ഭാര്യനോട് ഇങ്ങനെ കുറച്ചൊരു പരുഷമായി സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളോട് പറയാനും അതിന്റെ പരിഹാരം ചോദിക്കാനും വന്നതാണ്. നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ ഞാൻ വിചാരിച്ചത്രല്ലെങ്കിൽ എന്നാലും ഒന്നും കൂടി ഒന്ന് ഉയർന്ന് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ആ വാക്കാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്നഹാ തഗ്സിലു സിയാബി. ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, എടാ ഓളെ ഇന്റെ ഡ്രസ്സ് തിരുമ്പണോളാട്ടോ, ഓള് ഇന്റെ ഡ്രസ്സ് തിരുമ്പണോളാണ്. വതത്ബഖു തുആമി, എനിക്ക് വിശക്കുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നോളാണ് കേട്ടോ. വതുർളിഉ വലദി, എന്റെ കുട്ടിയാളെ ഗർഭിണിയായി പ്രസവിച്ച് മുലയൂട്ടിയോളാവോള്. വയസ്കുനു ഖൽബി ബിഹാ മിൻ അനിൽ ഹറാം, ഹറാമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ കാക്കായി ചെയ്യണ്ടട്ടോ നിന്നോട് പറയുന്ന ആളാണ്. അങ്ങനെ ജീവിക്കുന്ന അവൾക്ക് ഫഅന അതജാവസു അൻഹാ ഫീ ബഅദി ദാലിക്, ചില സമയത്തെ കോല് പറയണ കേക്കണ്ടടാ, അപ്പോഴല്ലേ നമ്മൾ നല്ല ഭർത്താവാകുക. അവൾക്ക് പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാണുള്ളത്? ഞാൻ ചോദിക്കാൻ നമ്മളെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാണ്. നമ്മളെ വീട് ഇങ്ങനെ ആലോചിക്കാം. നമ്മളെ വീട്ടുപണിക്ക് വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയും അയാൾ ചെയ്യണ ജോലി ആലോചിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളെ പ്രസവിച്ച സമയത്ത് അവളെ നോക്കാൻ ഒരു 1000 നിർത്തുകയാണെങ്കിൽ 30 ദിവസത്തിന് 45,000 റുപ്യ കൊടുക്കണം. ആയ ചെയ്യ നമ്മളെ പെൺകുട്ടിന്റെ അവളും പേരക്കുട്ടിനും കുളിപ്പിക്കും, ഓല ഭക്ഷണം ഉണ്ടാക്കും, ഓല കൈക്കലക്കണ്ണം തിരുമ്പും. കഴിഞ്ഞു. 40,000 റുപ്യ 30 ദിവസത്തിന് കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് ഓല നോക്കും വേണം. 15 കൊല്ലായി കൂട്ടരെ, 16 കൊല്ലായി, 20 കൊല്ലായി നമ്മളെ കുട്ടിയാളെ, നമ്മളെ വാപ്പാനെ, നമ്മളമ്മാനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോരുത്തർക്കുള്ള ഡ്രസ്സ്, ഓരോരുത്തർക്കുള്ള ഫുഡ്, ബാപ്പാക്കുള്ളത് വേറെ. എത്ര കാലായി അതിനൊരു വിലല്ലേ? ആ വില ഞാൻ ആരാ കൊടുക്കുക? പരലോന്ന് കിട്ടും, നാട്ടിലത്തെ ഒരാളും കൊടുക്കൂല. പഞ്ചായത്ത് കമ്മിറ്റിന്റെ വക അവാർഡില്ല. നാട്ടിലത്തെ മുഴുവൻ ആൾക്കാർ കുറ്റേ പറയാനുള്ളൂ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ പറയ കുട്ടിനെ സവങ്ങളെ കൊടുക്കാനുള്ളത്? നമ്മള് പുറത്തുനിന്നൊരു ഫുഡ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇത്ര മന്തിക്ക് എത്രയാണ്, അൽഫാമിന് എത്രയാണ് ഓരോന്ന് പറയുമ്പം ആണുങ്ങളായി നമ്മൾ പറയും, ഞാൻ കോഴിയും കുറച്ച് സാധനം എടുത്ത് എന്റെ പെണ്ണും കൊണ്ടേ കൊടുത്ത ഇതിന്റെ പകുതി പൈസ കോളുണ്ടാക്കി തരുന്നു പറയില്ലേ? അതെങ്ങനെ പകുതി പൈസക്ക് ലാഭം കിട്ടണ്? വെപ്പ് കൂലിയാണ് ആ ലാഭം. ആ വെപ്പ് കൂലി നമ്മളെ ഭാര്യന്റെ വെപ്പാണ്. പാത്രം കഴുകുന്നതിന്റെ കൂലിയാണ് ആ ലാഭം. അത് നമ്മളെ ഭാര്യ ചെയ്യണതാണ്. അതിനൊരു വിലല്ലേ കൂട്ടരെ? അതിന് വിലല്ലേ? നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വയസ്സായി. ആ വയസ്സായ വാപ്പാനിമാരും നോക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങളൊരു ഹോം നേഴ്സിനെ കൊണ്ടത് വെക്കിൻ. എത്ര റുപ്യ കൊടുക്കണം? ഒരു മാസത്തിന് എത്ര റുപ്യ കൊടുക്കണം? 50,000 60,000 റുപ്യ കൊടുക്കണം. എത്ര കൊല്ലായി കൂട്ടരെ? മരുന്ന് മറക്കാതെ, കുഴമ്പ് മറക്കാതെ, തേക്കുന്നത് മറക്കാതെ, ഭക്ഷണത്തിൽ ഉപ്പ് കൂടാതെ എത്ര കൊല്ലായി? ഒരു തവണെങ്കിലും ഒരു മനുഷ്യനോടെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടെങ്കിലും അവരോട്, എടി ഞാൻ അള്ളാഹിനോട് എനക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ, അള്ളാഹ് എനിക്ക് ഖൈർ നൽകട്ടെ എന്നെങ്കിലും ഒരു സൗങ്ങളെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നാവ്? പിന്നെ എന്തിനാ ജീവിതം? പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങാടി പോയിട്ട് മുദ്രാവാക്യം വിളിക്കണ്? ഏത് മനുഷ്യനെ നമ്മൾ ഗുളിക വാങ്ങി കൊടുക്കണ്? ഇതെന്തിനാ പറഞ്ഞറിയോ? ഈ ചിന്താ സംസ്കാരം പോകണം. അവനാന്റെ ഭാര്യനെ സ്നേഹിക്കാൻ പറഞ്ഞ മോശമാണ്. അവനാന്റെ ഇണയെ സ്നേഹിക്കാൻ, സ്വങ്ങളെ ഭാര്യയെയും ഇണയെയും സ്നേഹിക്കാൻ എന്നുള്ള പ്രവാചകന്റെ ചര്യാണ്. ഇനിയൊരു കാര്യം, ഞാനടക്കം ആണുങ്ങളാണല്ലോ, നമുക്ക് ഈ പറയണ എല്ലാവരും ഉണ്ടാവട്ടോ. ഒരു പ്രതിസന്ധി ഘട്ടണ് വന്നോക്കണം. 4 മാസം അടുപ്പിച്ച് നട്ടല് വേദന വന്ന് വീട്ടും കടന്നു നോക്കണം. എത്ര മനുഷ്യന്മാര് തിരിഞ്ഞു നോക്കും? നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ പോയി നോക്കോണ്ടി. ഭർത്താവിന് ഭക്ഷണം ഇങ്ങനെ കൈയോണ്ട് ഞൗണ്ടിങ്ങനെ കൊടുത്തിട്ട് വായിക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണാണ് ഭാര്യമാരെ. വായിന്നൊലിക്കുന്ന കേലുണ്ടല്ലോ, ആ കേല അവനാന്റെ തട്ടത്തിന്റെ വക്കോണ്ട് തുടച്ചിട്ട്
നിങ്ങൾക്ക് സുഖല്ലേ എന്ന് ചോദിക്കണ ഭാര്യമാരെ കാണാം. അറിയോ? കഴിക്കണ ഭക്ഷണത്തിന്റെ കൂടെ അറിയാതെ മലങ്ങനെ പോകുമ്പോഴേ താഴത്തേക്ക് വീകാതൊക്കെ മാക്സിന്റെ തട്ടം കൊണ്ട് അടിഭാഗം കൊണ്ട് അതിങ്ങനെ കോരിയെടുക്കണ ഭാര്യമാരെ കാണാം. ഒരു മനുഷ്യനങ്ങ് കിട്ടുമോ? എന്നിട്ട് നമ്മളെ ഭാഗം ഇത്ര ഒരു ചെറിയൊരു ഭാഗം പോരായ്മ ഉണ്ടാകുമ്പോഴേക്കും അന്നെ കെട്ടിയതുകൊണ്ട് കുടുങ്ങി, കെട്ടാതെന്നാ മതിയേനി, എന്റെ ജീവിതം നിശ്ചയിച്ച് വന്നതിന് ശേഷം പരലോകത്ത് അത് നിർത്തിങ്ങനെ ചോദിക്കും, നിർത്തി പടച്ചു ചോദിക്കും. പറഞ്ഞ ഓരോ വാക്കിവിടെ നിർത്തും. ചെയ്ത നന്മയല്ല വലത് ഭാഗത്തുനിന്ന് വെക്കും. എന്നിട്ട് ചോദിക്കും, മഹമ്മൂദെ, അബ്ദുറഹ്മാനെ, ഈ പറഞ്ഞ ശാപവാക്കാനടാത്. അന്റെ മലം കോരാനും അനക്ക് അസുഖം വന്നപ്പോ എന്നെ നോക്കാനും അനക്ക് ഗുളിക ഈ മറന്നപ്പോൾ ഓർമ്മിപ്പിക്കാനും നിനക്ക് പനി വന്ന് വീട്ടിൽ 2 ആഴ്ച കടന്നപ്പം അവനാന്റെ മാസമുറ പോലും മറന്ന് നിന്നെ നോക്കിയ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ആലോചിക്കൂ, എനിക്കും തലവേദന വന്നിട്ട് 2 ആഴ്ച അല്ലെങ്കിൽ വേണ്ട 3 ദിവസം അടുപ്പിച്ച് വീട്ടിൽ തലവേദനയോ വയറുവേദനയോ ചികിത്സന്റെ ഭാഗമായിട്ട് 3 ദിവസമെങ്കിലും വീട്ടിൽ അടുപ്പിച്ച് കടന്ന് നമുക്ക് ഓർമ്മല്ലേ? നമ്മളെ ഭാര്യമാര് പ്രസവത്തിനല്ലാതെ അങ്ങനെ കടന്നൊരു ദിവസം പറഞ്ഞാണ്. ഓൾക്ക് മാസത്തിൽ മാസമുറ അല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. ഓൾക്ക് നമ്മളെ മാതിരി തലവേദന അല്ലേ? നമ്മൾ വരുമ്പോത്തിനോ എന്താ ചെയ്യാറിയോ? ബാപ്പ പണി കഴിഞ്ഞ് വരികയാണ്, ഒച്ച ഉണ്ടാക്കില്ലട, ബാപ്പ ഭയങ്കര ക്ഷീണാണ്, റൂം AC ഇട്ട് വെച്ചാണ് നമ്മളെ കടത്തും. ബാക്കിയുള്ളൊക്കെ ഭാര്യ നിയന്ത്രിക്കും. നമുക്ക് തലവേദന ആണെങ്കിൽ എന്താ അറിയോ? നമ്മളെ ദേഹത്ത് ചെറിയ പേരക്കുട്ടി എന്നിട്ട് ചാടേ, മകൻ വന്ന് ചാടേ, എടാ ഇന്ന് ബാപ്പാന്റെ മേത്ത് ചാടല്ലേ, ബാപ്പ തലവേദനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൾക്ക് തലവേദന അല്ലേ? നമ്മൾ ഇന്ന് വരെ നമ്മളെ കുട്ടിയോട് ഉമ്മാക്ക് തലവേദന റൂമിൽ പോരല്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തേ? നമ്മൾക്ക് അവരുടെ കാര്യം നമ്മുടെ അജണ്ടയിലേ ഇല്ല. ഇങ്ങോട്ട് പോലും വല്ല പരാതിയും പറഞ്ഞോ? പക്ഷെ ഇത് കണ്ടറിയാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ സോങ്ങളെ? ഇതിനൊന്നും കഴിയാത്തൊരു ഇസ്ലാം എന്ത് ഇസ്ലാമാണ്? ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത 8ാം ക്ലാസ് ഒരു കുട്ടിയെ സ്കൂളിൽ വന്നിട്ടൊരു കാര്യം ഇങ്ങനെ പറയുന്നിടക്ക് വേറെ വിഷയത്തിലാണ്. ഞാൻ ചോദിച്ചേടാ, എന്താ വീട്ടില് ഞാൻ വരട്ടെ, വേറെ കാര്യത്തിനാണ്. അതിലോ അതുവരെ ഓൻ ചിരിച്ചോണ്ട് സംസാരിച്ചോ വന്നിട്ട് വീട്ടിൽ വരണ്ട സാറേയാണ്. അപ്പൊ എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പൊ വീണ്ടും പറഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, വീട്ടില് എന്നും വൈകുന്നേരം ബാപ്പ വരും, അടിക്കും. ഞാൻ ചോദിച്ചു, എന്നെ അടിക്കാണോ? ഇന്നെ അടിക്കും, കുഴപ്പമില്ല, പക്ഷെ ഉമ്മാൻ എന്നും അടിക്കും. എനിക്ക് ആഴ്ചയിൽ 2-3 വട്ടയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ പറഞ്ഞ് വാക്കുന്നിടും. മൊബൈലിന്റെ ചാർജറിന്റെ വള്ളി എടുത്താണ്ട് ഉമ്മാനങ്ങനെ അടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ ബാപ്പ അങ്ങനെ? ബാപ്പ എന്നും അങ്ങനെയാണ്, എന്നും വന്നിട്ട് അടിക്കും. ഉമ്മയെ മൊബൈലിന്റെ ചാർജറിന്റെ വള്ളി, ടിവിന്റെ വള്ളി, അങ്ങനത്തെ വടികൾ കൊണ്ട് അടിക്കന്നെ. ഇപ്പൊ വീട്ടിലാരുമില്ലേ? അവന്റെ വാക്കെന്തറിയോ? തറവാട്ട് വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടിയാട്ടോന് അവന്റെയൊക്കെ മനസ്സിൽ എത്ര വലിയ ട്രോമയ്ക്കാരുണ്ടാകാൻ. 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഓൻ പറഞ്ഞു, ഞങ്ങൾ തറവാട്ട് പെരയിലാക്കണ്. ബാപ്പ ഉമ്മാൻ അടിക്കണത് കണ്ടു നിൽക്കാൻ കഴിയാതെ വല്യാപ്പയും വല്യമ്മയും വാടകയ്ക്ക് പോയി. ആരാണോ വീട് അറിയോ? വല്യാപ്പാന്റെയും വല്യമ്മാന്റെയും. പോകണ്ട ബാപ്പ ഇവിടെ നിൽക്കണോണ്ട് അടിക്കണോണ്ട് കണ്ടിക്കാൻ കഴിയാതെ ആ പെൺകുട്ടിന്റെ ബാപ്പിയമ്മയും അവന്റെ വാപ്പിയമ്മയും വേറെ താമസാക്കി വാടക എടുത്തു പോയി. ഇങ്ങനെ ജീവിക്കണം മനുഷ്യന്മാരെ നമ്മളെ നാട്ടിലുണ്ട്. മുസ്ലിമീങ്ങളെ കൂട്ടരി പറയണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാനടക്കമുള്ള ആൾക്കാരെ, നമ്മുടെ ഭാര്യമാർ അവർ നമുക്ക് വേണ്ടി ജീവിക്കണോരാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാൻ, അവരാദരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിന്റെ ഒരു കാര്യം പറഞ്ഞെടുത്ത് പറഞ്ഞു. എനിക്ക് ഖദീജാൻ എത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യം പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാലോ, വക്കാന മിൻഹ വലദി, അവളിലൂടെയാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. നമ്മൾ ഉമ്മാനെ പറ്റി പറയില്ലേ, 22 അസ്ഥി പൊട്ടുന്ന വേദനയിലാണ് നമ്മളെ കുട്ടികളോട് പ്രസവിക്കുന്നത്. അറിയോ, ഓരോ പ്രസവത്തിലും കേരളത്തിൽ 52 ഉമ്മമാര് ഓരോ മാസത്തിൽ മരിക്കുന്നുണ്ട്. പ്രസവത്തിൽ ഒരു പ്രസവം നടക്കുമ്പോഴേ ബ്ലീഡിങ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, മലം പുറത്തേക്ക് വരാം, മൂത്രം പുറത്തേക്ക് വരാം, വെരിക്കോസ് വെയിൻ പുറത്തേക്ക് വരാം, പിന്നെ അങ്ങോട്ട് ഉള്ളിക്ക് പോവില്ല. ഊരവേദന അന്ന് മുതൽ വരാം, ശരീരം ചുരുങ്ങാം, തൂങ്ങാം, ഒക്കെ വരാം. ആ മുഴുവൻ റിസ്ക്കും മരണവേദന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത് നമ്മളെ ഭാര്യമാരാണ്. നമുക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആ ജനിക്കണ കുട്ടി അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ ഭിന്നശേഷി കുട്ടിയാണെങ്കിലോ നമ്മളെ കുട്ടി കൂടിയല്ലേ. അതോടുകൂടി അവളുടെ കല്യാണം കഴിഞ്ഞു, സൽക്കാരം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങൂല, പുറത്തേക്ക് ഇറങ്ങൂല. നമ്മൾ ടൂർ പോകും, നമ്മൾ കല്യാണത്തിന് പോകും, നമ്മളെ കുട്ടി കൂടിയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടീനെ നോക്കുകയാണ്, നമുക്ക് വേണ്ടി നമ്മളെ വാപ്പാനിമാനി നോക്കുകയാണ്, നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബം മുഴുവൻ നോക്കുകയാണ്. എന്നിട്ടും ഒരു തവണ പോലും
നമ്മുടെ ഭാര്യയെ കുറിച്ച് എന്റെ ഭാര്യ നല്ല ഒരു ഭാര്യയാണ് എന്ന് പഠിച്ചോനോടെങ്കിലും അവളോടെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വീടിനെ എങ്ങനെയാണ് കൂട്ടരെ അല്ലാഹ് മസ്കൻ എന്ന് വിളിക്കുക? അത് വിളിക്കണ്ടേ? ഭർത്താക്കന്മാരെ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇതിന്റെ ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മള് ഈ ഖുത്ബ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ എന്തായിരിക്കും സംസാരം എന്നറിയും? എല്ലാവരും അല്ല പറഞ്ഞു, മൗലവി പറഞ്ഞ മാതിരി ഒന്നല്ല എന്റെ പെണ്ണുങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഖുത്ബക്ക് തന്നെ വരണ്ട. കാരണം അത് നമ്മൾ മാറൂല എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാണ്. അതാണ് അബൂജഹലിൽ നിന്ന് മാറുന്നില്ലാറുള്ളത്. നമ്മൾ ശ്രമിക്കുക, അല്ലാണ്ട് പ്രാർത്ഥിക്കുക. എന്റെ നിങ്ങളെയും അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആൾക്കാരടിയിൽ നമ്മൾ സംഭവമാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാര്യനെയും ബാക്കി അവിടെ നിൽക്കട്ടെ ഭാര്യനെ ചവിട്ടി തീരുമാനാക്കുക എന്നുള്ള നമ്മുടെ എന്തോ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ട് മാറണം. അപ്പൊ നമ്മൾ അഭിനയിച്ച് ജീവിക്കാൻ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ തിരുത്തണം നമുക്ക് ബോധ്യം വരണല്ലോ. നമ്മളുടെ രണ്ട് സന്ദർഭം പറയട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ശരിക്കും മനസ്സിൽ കരുതാൻ, നമ്മളെ വീട്ടിൽ നിന്ന് ഊട്ടിക്ക് നമ്മള് ഭാര്യ നമ്മളെ മക്കള് മാത്രം കാറെടുത്തിട്ട് ഊട്ടിക്ക് പോവുകയാണ്. വീട് പൂട്ടി 2 ദിവസത്തിന് പോവുകയാണ്. ഇങ്ങനെ പോയി പാലം കഴിഞ്ഞ് ആ വളവിന്റെ അവിടേക്ക് എത്തിയപ്പം ഭാര്യ, ഐഷ് കാക്കാ ഞാൻ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു. ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സംസാരവും പെരുമാറ്റം എന്താവും? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു നോക്കണം. എന്തായിരിക്കും എന്റെ സംസാരം പെരുമാറ്റം? ഫസ്റ്റ് മുതൽ ഇവിടുന്ന് ഊട്ടി എത്തും വരെ ആ കാര്യം പറഞ്ഞ് ചീത്തയായിരിക്കും. എന്നൊരു സാധനം പറഞ്ഞാൽ ഇജ് മറക്കും. എന്റെ പയ്യ ടൂറ് പോരാത്ത എന്നതാണ് വല്ലാത്തൊരു ഇടങ്ങേറ മനുഷ്യന്. ഇന്റെ ട്രിപ്പ് തന്നെ കൊളാക്കി. ട്രിപ്പ് സത്യത്തിൽ കൊളാക്കണ ഈ വർത്താനാണ്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പറയാത്തോണ്ട് നമ്മൾ അങ്ങനെ പറയട്ടോ. 2 മിനിറ്റ് വണ്ടി തിരിച്ചാൽ മതി. നമ്മുടെ പെരുമാറ്റം ആലോചിക്കാൻ. ഇന്ത്യങ്ങളെയും പെരുമാറ്റം പറഞ്ഞു. ഇനി പിറ്റത്താഴ്ച ഞാന് അഥവാ നമ്മുടെ 2 ആൺ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് ഊട്ടിക്ക് 2 ദിവസത്തിന് പോവുകയാണ്. ഇവിടെ നിന്ന് പോയി മമ്പാടെത്തിയപ്പോ വന്നിട്ട് പറഞ്ഞു, എടാ പേഴ്സ് എടുക്കാൻ മറന്നു. എന്താ ഞങ്ങളെ വണ്ടിന്റെ ഉള്ളിൽ ഉണ്ടാവുക? അന്റെ ഒപ്പം മേലാല് ട്രിപ്പ് പോരൂല, ഇതൊന്നും ട്രിപ്പ് ഓളാക്കണം ഇല്ല. അന്റെ ഒരു വല്ലാത്തൊരു മറവി. എന്നിട്ട് എന്താ പറയോ? അല്ലെന്തല്ല ഇവിടുന്ന് ഓർമ്മ വന്നുകൊണ്ട് കഴിച്ചില്ലായി. നാടുകാണിന്നാണെങ്കിൽ അവിടുന്ന് മടങ്ങണ്ടീനി. അപ്പോഴും മടങ്ങണ വർത്താനേ ഉള്ളൂ. അപ്പൊ സത്യത്തിൽ നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ഭാര്യ, ഇതിലാർക്കാ സത്യം നമ്മുടെ മനസ്സിൽ നമ്മളെ വീട്ടിൽ സ്ഥാനം? അതാണ് അബൂജഹലിന്റെ ആദർശം എന്ന് പറയുന്നത്. ഇത് മാറാതെ സന്തോഷം കിട്ടൂല. ഹോട്ടലിൽ പോവുക, നമ്മളെ ഫ്രണ്ട്സ് ഹോട്ടലിൽ പോവുകയാണ്. അവിടെ ആദ്യത്തെ കോംപ്ലിമെന്ററി ഡ്രിങ്കായി ഒരു ചെറിയ ജ്യൂസ് അല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ടുവന്ന് വെച്ചു. പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ്. നമ്മളെ ചങ്ങാതി അതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ വെച്ച് അവന്റെ കൈയ്യട്ടിയിട്ട് താഴ്ത്തിക്കണ് വീണ് കരുതൂടി. മനസ്സിലിങ്ങനെ കരുതുക, ഹോട്ടലിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരന്റെ കൈ തട്ടി ഗ്ലാസ്